നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. മദ്യപിച്ചെത്തിയ മകൻ അമ്മയെ അടിച്ചുകൊന്നു. ആലപ്പുഴ അമ്പലപ്പുഴയിലായിരുന്നു സംഭവം. പ്രേതബാധ ഉണ്ടെന്നാരോപിച്ച് മകൻ അമ്മയെ തല്ലിക്കൊന്നു. ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിക്ക് അശ്ലീല സന്ദേശം അയച്ചെന്നാരോപിച്ച് വിദ്യാർത്ഥിയെ മറ്റൊരു സംഘം ക്രൂരമായി മർദ്ദിച്ചു. മദ്യപിച്ചെത്തിയ മകൻ അമ്മയെ അടിച്ചുകൊന്നു. ആലപ്പുഴ അമ്പലപ്പുഴയിലായിരുന്നു സംഭവം. ചികിത്സയിലിരുന്ന അമ്മയാണ് മരിച്ചത്. മദ്യപിച്ചെത്തിയ മകന്റെ മർദ്ദനമേറ്റ് വീട്ടമ്മ കൊല്ലപ്പെട്ടു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ താമസിക്കുന്ന ആനി എന്ന 55-കാരിയാണ് ഇന്ന് പുലർച്ചെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. ആനിയെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് നിർമ്മാണ തൊഴിലാളിയായ മകൻ ജോൺസൺ ക്രൂരമായി ആക്രമിച്ചത്. പിടിച്ചുമാറ്റാനെത്തിയ പിതാവിനെയും ജോയി മർദ്ദിച്ചിരുന്നു. പരിക്കേറ്റ ഇരുവരും സമീപത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെങ്കിലും പിന്നീട് ആനിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജോൺസൺ മദ്യപിച്ചെത്തി സ്ഥിരം വഴക്കുണ്ടാക്കുന്ന ആളാണെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകി. സംഭവത്തെ തുടർന്നുള്ള പരാതിയിൽ അമ്പലപ്പുഴ പോലീസ് കേസെടുത്ത് ജോൺസനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. വിസ്മയ ന്യൂസ്, ആലപ്പുഴ. പ്രേതബാധ ഉണ്ടെന്നാരോപിച്ച് മകൻ അമ്മയെ തല്ലിക്കൊന്നു. മന്ത്രവാദിനികളുടെ സഹായത്തോടെയായിരുന്നു കൊലപാതകം. ബംഗളൂരിലായിരുന്നു ക്രൂരത അരങ്ങേറിയത്. പ്രേതബാധയെന്നാരോപിച്ച ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ വയോധികയ്ക്ക് ദാരുണ അന്ത്യം. കർണാടക ശിവമോഗ ജില്ലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. 55 വയസ്സുള്ള ഗീതമ്മയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഗീതമ്മയുടെ മകൻ സഞ്ജയ് ഉൾപ്പെടെ 3 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. ഗീതമ്മയ്ക്ക് പ്രേതബാധ ഏറ്റതായി വിശ്വസിച്ച മകൻ മന്ത്രവാദിനിയായ ആശ എന്ന സ്ത്രീയെ വീട്ടിലെത്തിച്ചു. തുടർന്ന് ആശയും ഭർത്താവ് സന്തോഷം ചേർന്ന് ബാധയൊഴിപ്പിക്കൽ ആരംഭിച്ചു. ഇന്നലെ രാത്രി 9:30-യോടെയാണ് ബാധയൊഴിപ്പിക്കൽ ചടങ്ങുകൾ തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി 4.5 മണിക്കൂറോളം ഗീതമ്മയെ കെട്ടിയിട്ട് വടികൊണ്ട് മർദ്ദിച്ചു. ക്രൂരമർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഗീതമ്മ മരിച്ചു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് സഞ്ജയ്, ആശ, സന്തോഷ് എന്നിവർ പിടിയിലായത്. അതേസമയം ബീഹാറിൽ മന്ത്രവാദം ആരോപിച്ച് പൂർണിയ ജില്ലയിലെ തെറ്റ്ഗ ഗ്രാമത്തിൽ 3 സ്ത്രീകൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 5 പേരെ ചുട്ടുകൊന്നു. ഇവരുടെ വീട്ടിൽ നടത്തിയ മന്ത്രവാദത്തിന് ശേഷം ഒരു കുട്ടി മരിച്ചതിന്റെ പേരിൽ 5 പേരെയും മർദ്ദിച്ച ശേഷം തീയിലിട്ട് കൊല്ലുകയായിരുന്നു. ഞായറാഴ്ച നടന്ന സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് സ്വദേശിയാണ് പിടിയിലായത്. പരസ്ത്രീ ബന്ധത്തെ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും സ്കൂട്ടർ കത്തിക്കുകയും ചെയ്ത കേസിൽ ഭർത്താവ് പിടിയിലായി. വലപ്പാട് ബീച്ച് സ്വദേശി ചാഴുവീട്ടിൽ സുമേഷിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 13-ന് രാത്രിയായിരുന്നു സംഭവം. വലപ്പാട് ബീച്ച് സ്വദേശിനി ഉപയോഗിക്കുന്ന സ്കൂട്ടർ വീട്ടുമുറ്റത്ത് വച്ച് സ്കൂട്ടറിൽ നിന്ന് തന്നെ പെട്രോൾ എടുത്ത് കത്തിക്കുകയും ഇത് കണ്ട് തടയാൻ ശ്രമിച്ച യുവതിയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സുമേഷ് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും 5 അടിപിടി കേസുകളിലും ഒരു സ്ത്രീപീഡന കേസിലും അടക്കം 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. പെൺകുട്ടിക്ക് അശ്ലീല സന്ദേശം അയച്ചെന്നാരോപിച്ച് വിദ്യാർത്ഥിയെ മറ്റൊരു സംഘം ക്രൂരമായി മർദ്ദിച്ചു. കർണാടകയിലാണ് ക്രൂരത അരങ്ങേറിയത്. പെൺസുഹൃത്തിന് അശ്ലീല സന്ദേശം അയച്ചുവെന്നാരോപിച്ച് കോളേജ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി വിവസ്ത്രനാക്കി മർദ്ദിച്ചു. കഴിഞ്ഞ മാസം 30-ന് സോളദേവനഹള്ളിയിലാണ് സംഭവം. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പോലീസ് കേസെടുത്ത് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു. മർദ്ദനമേറ്റ വിദ്യാർത്ഥി കുശാലിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുമെന്നും അറിയിച്ചു. കുശാൽ ഒരു പെൺകുട്ടിക്ക് അശ്ലീല സന്ദേശം അയച്ചതായും പെൺകുട്ടി തന്റെ സുഹൃത്തുക്കളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സുഹൃത്തുക്കൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയുമായിരുന്നുവെന്നാണ് വിവരം. പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ കുശാലിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തിച്ച് മർദ്ദിച്ചു. വിവസ്ത്രനാക്കി മർദ്ദിച്ചുവെന്നാണ് ആരോപണം. മർദ്ദനത്തിനൊപ്പം ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ പകർത്തി പ്രതികൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. വീഡിയോ വൈറലായതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. സോളദേവനഹള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ആക്രമണത്തിൽ ഉൾപ്പെട്ട 8 പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.